പ്രിയപ്പെട്ടവരെ, ആ താരവും പൊലിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ നാട്ടുകാരനും സാത്വികനുമായിരുന്ന ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠനെ പറ്റിയാണ്. മർഹൂം മൈലാപ്പൂർ ഷൗക്കത്ത് മൗലവി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ദീനിനു വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളും പരസ്പരം സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും പ്രൗഢിയുമെല്ലാം നമ്മുടെ നാടിന്റെ സർവ അതിർവരമ്പുകളും ഭേദിച്ച് പരന്നൊഴുകിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വിയോഗാനന്തരമാണ് പലരും തിരിച്ചറിഞ്ഞത്. തെക്കൻ കേരളത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലയിലെ നിറസാന്നിധ്യവും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനും കൂടിയായിരുന്നു അദ്ദേഹം. ഗോളശാസ്ത്രമടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയ ആളായിരുന്നു. ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. ലോകവും ലോകരും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. ഓരോ ദിവസവും അക്ഷരാർത്ഥത്തിൽ തന്നെ പുതിയതാണെന്ന് നാം അറിയുന്ന ലോകമാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യകളും ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഇക്കാലത്ത് പൗരാണികതയുടെ നന്മകളെയും ആധുനികതയുടെ സാധ്യതകളെയും സമന്വയിപ്പിച്ച് ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും ദിശാബോധം നൽകാൻ കെൽപ്പുള്ള ഒരു പണ്ഡിതനായിരുന്നു മർഹൂം. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, താരീഖ്, ഉസൂലുകൾ തുടങ്ങി ഏത് വിഷയവും വഴങ്ങുന്ന ആ പാണ്ഡിത്യ ഗരിമ പകരം വയ്ക്കാനില്ലാത്ത വിധം വേറിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭ തന്നെയായിരുന്നു. മതവിദ്യാഭ്യാസത്തോടൊപ്പം BSc B.Ed ഡിഗ്രിയും കരസ്ഥമാക്കി. അതും അക്കാലഘട്ടത്തിൽ മതഭൗതിക വിജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രബോധന മേഖലയ്ക്ക് വേറിട്ട രൂപഭാവങ്ങൾ സമ്മാനിച്ച ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ലക്ഷണമൊത്ത ഒരു ഇസ്ലാമിക പണ്ഡിതനെയാണ് മുസ്ലിം കൈരളിക്ക് നഷ്ടമായത്. യഥാർത്ഥ ജ്ഞാനി അള്ളാഹു നിശ്ചയിക്കുന്ന അള്ളാഹുവിന്റെ കാവൽ ഭടന്മാരാണ്, ദീനിന്റെ കാവൽ ഭടന്മാരാണ് എന്നതാണ് പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം. ഇത്തരം കാവൽ ഭടന്മാർ കാലയവനിക താണ്ടുന്നത് ഇസ്ലാമിക സാമ്രാജ്യത്തിന് കടുത്ത ഭീഷണിയാണ്. മരണം എല്ലാവർക്കും സംഭവിക്കും. അത് അള്ളാഹുവിന്റെ അലംഘനീയമായ ഒരു തീരുമാനമാണ്. പക്ഷെ എല്ലാവരുടെയും മരണം ഒരുപോലെയല്ല. ചില ആളുകളുടെ മരണം കൊണ്ട് ഈ ഭൂമിയിൽ ഒരു ചലനവും സംഭവിക്കാൻ പോകുന്നില്ല. ചില ആളുകളുടെ വേർപാടുകൾ ഒരു കുടുംബത്തെ മാത്രമായിരിക്കും ബാധിക്കുക. വേറെ ചില ആളുകളുടെ മരണം ഒരു ഗ്രാമത്തെ ബാധിച്ചേക്കാം. ചിലരുടെ മരണം ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയെ, ഒരു സ്റ്റേറ്റിനെ ഒക്കെ ബാധിച്ചെന്ന് വരാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പണ്ഡിതന്റെ മരണം എന്നുള്ളത് ലോകത്തിന്റെ മരണമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ് അർത്ഥവാക്യം. ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമെന്ന് ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൗത്തുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബറു. ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വലിയ ഒരു മുസീബത്താണ്, പരീക്ഷണമാണ് ഒരു പണ്ഡിതന്റെ വിയോഗം. വസുൽമത്തുൻ ലാ തുസദ്ദു.
നികത്താനാവാത്ത വിടവാണത് ഉമ്മത്തിൽ തീർക്കുന്നത്. വഹുവ നജ്മുൻ തുമിസ്, അണഞ്ഞുപോയ ഇനി ഉദിക്കാത്ത നക്ഷത്രമാണ് ഒരു പണ്ഡിതന്റെ വിയോഗം. മൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗത്തി ആലിം, ഒരു പണ്ഡിതന്റെ മരണം എന്നുള്ളത് വലിയ ഒരു ഖബീല മുഴുവനും നാമാവശേഷമാകുന്നതിനേക്കാൾ ഭയങ്കരമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൗത്തു അൽഫി ആബിദിൻ ഖായിമിൽ ലൈലി സ്വായിമിൻ നഹാർ അഹ്വനു മിൻ മൗത്തി ആലിമിൻ ബസീരിൻ ബിഹലാലില്ലാഹി വഹറാമിഹി. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ബസീറത്തോടുകൂടി ജീവിക്കുന്ന ഒരു പണ്ഡിതന്റെ മരണം എന്നുള്ളത്, അല്ലാഹുവിന് സദാസമയവും നോമ്പ് പിടിച്ചും രാത്രിയാമങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ചും സ്വാലിഹായ നിലയിൽ ജീവിക്കുന്ന 1000 ആബിദീങ്ങളെക്കാൾ വലുതാണ് ഒരു ആലിം എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിൽ പണ്ഡിതന്റെ ഉദാഹരണം ഇരുട്ടിൽ അകപ്പെട്ട ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിളക്കുമായി വരുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. ആ വ്യക്തി തന്റെ കയ്യിലുള്ള വിളക്ക് കൊണ്ട് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഇരുട്ടിൽ പതിയിരിക്കുന്ന ജീവിതം അപകടത്തിൽപ്പെടുത്തുന്ന വിഷപ്പാമ്പുകളെയും ക്ഷുദ്രജീവികളെയും പണ്ഡിതൻ കത്തിച്ചു വെച്ച വിളക്ക് വെളിച്ചത്തിലൂടെ സാധാരണക്കാർ തിരിച്ചറിയും. മുള്ളുകളും പ്രയാസങ്ങളും നിറഞ്ഞ ദുനിയാവിന്റെ വഴിയിടുക്കിലൂടെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അവർ നടക്കും. അങ്ങനെ യഥാർത്ഥ നേരായ വഴി സാധാരണക്കാർ പിന്തുടരും. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പണ്ഡിതന്റെ വിയോഗം സമൂഹത്തിൽ വീണ്ടും ഇരുളുപടരാൻ നിമിത്തമാകും എന്നുള്ളതാണ്. മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, മൗത്തുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ യസുദ്ദുഹാ ശൈഉൻ മഖ്തലഫൽ ലൈലു വന്നഹാർ. ഒരു പണ്ഡിതന്റെ വിയോഗം എന്നുള്ളത് ഇസ്ലാമിൽ നികത്താനാവാത്ത വിടവാണ്. രാപ്പകലുകൾ എത്ര മാറി മറിഞ്ഞു വന്നാലും ആ വിടവ് ഒന്നിനും നികത്താനാവില്ല എന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ വല്ലാഹു യഹ്കുമു ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലയോ? അല്ലാഹു വിധിക്കുന്നു, അവന്റെ വിധി ഭേദഗതി ചെയ്യാൻ ആർക്കും ആവില്ല എന്ന് പറയുന്ന ഈ ഖുർആനിക വചനത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ദഹാബു ഉലമാഇഹാ വഫഖഹാഇഹാ വഖിയാരി അഹ്ലിഹാ. ഈ ഭൂമിയെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൂമിയിലെ പണ്ഡിതന്മാരുടെ, ഫുഖഹാക്കളുടെ, അതിൽ നിവസിക്കുന്ന ശ്രേഷ്ഠരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ വിയോഗമാണ് അതുകൊണ്ട് പടച്ചവൻ ഉദ്ദേശിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. പല പണ്ഡിതന്മാരും അതിന് കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ മൗത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ മരണമാണ് അതുകൊണ്ടുള്ള വിവക്ഷ എന്ന് പറഞ്ഞു കാണുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യുർഫഅൽ ഇൽമു. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് വിജ്ഞാനം ഉയർത്തപ്പെടുക എന്നുള്ളത്. വയസ്ബുതൽ ജഹ്ലു, ഭൂമിയിൽ വിവരക്കേട് വ്യാപകമാവുക എന്നുള്ളത്. വയുശ്റബൽ ഖംറു, മദ്യപാനവും ലഹരിയും വ്യാപകമാവൽ. വയൽഹറ സിന, വ്യഭിചാരം വ്യാപകമാകും. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ഇൽമു ഉയർത്തപ്പെടും എന്ന് തന്നെയാണ്. അടിമകളിൽ നിന്ന് ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. ഒറ്റയടിക്ക് ജനങ്ങളിൽ നിന്ന് ഇൽമു മുഴുവനും ഇങ്ങനെ ഉയർത്തപ്പെട്ടു പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ.
ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പടച്ചവൻ മരിപ്പിക്കും, അവരെ പിടിക്കും എന്നാണ് അതിന്റെ ആശയം. ഹത്താ ഇദാ ലം യത്റുക ആലിമൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാലൻ. അങ്ങനെ സാത്വികരായ ഒരു പണ്ഡിതന്മാരും ഫത്വ പറയാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരൊക്കെ തീർന്നു കഴിയുമ്പോൾ ജനങ്ങൾ വിവരമില്ലാത്തവരോട് ഫത്വ ചോദിക്കും, മസ്അലകൾ ചോദിക്കും, നിയമങ്ങൾ ചോദിക്കും. വിവരമില്ലാതെ ആ പണ്ഡിതന്മാർ അതിന് മറുപടി പറയും, അവരും നശിക്കും, ചോദിച്ചു വന്നവരും നശിക്കും, വഴിപിഴയ്ക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വിയോഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മഹാന്മാരായ സ്വഹാബി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അറിവ് എങ്ങനെയാണ് പോയി പോകുന്നത്, ഉയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയണോ? അങ്ങനെ അറിയണമെങ്കിൽ ഇങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ മരിച്ചു പോകും എന്നർത്ഥം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ മസലുൽ ഫുഖഹാഇ കമസലിൽ അകുഫ ഇദാ ഖുതിഅത് കഫുൻ ലം തഉദ്. മഹാനവറുകൾ പറയുകയാണ്, ഫുഖഹാക്കളുടെ ഉദാഹരണം കൈപ്പത്തിയുടേത് പോലെയാണ്. കൈപ്പത്തി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കൈപ്പത്തി മുറിച്ചു മാറ്റപ്പെട്ടാൽ വീണ്ടും അത് വളർന്നു വരില്ല. ഇതുപോലെയാണ് ഒരു സമൂഹത്തിൽ പണ്ഡിതന്റെ വിയോഗം എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പണ്ഡിതന്മാരുടെ വിയോഗം നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാകുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മഹാപ്രതിഭയാണ് ഇന്നലെ മുസ്ലിം കൈരളിക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ഉമ്മത്തിനുണ്ടായ സർവ്വനഷ്ടങ്ങളും അള്ളാഹു പരിഹരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പദവികൾ എന്നുള്ളത് ആലങ്കാരികമായി പേരിനൊപ്പം ചേർത്ത് വെക്കാനുള്ളതല്ലെന്നും അത് ചെയ്തു തീർക്കാനുള്ള അമാനത്താണെന്നും അർത്ഥസമ്പൂർണമാക്കേണ്ടതാണ് എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചും മാതൃക കാണിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു മർഹൂം. അറിവുകൾ എന്നുള്ളത് അലമാരകളിലും ചിപ്പുകളിലും ഭദ്രമായി വെച്ചാൽ അത് പ്രയോജനപ്പെടുകയില്ല. അവ ഉപയോഗിക്കാത്ത ആഭരണങ്ങളുടെ സ്ഥാനം പോലെ മാത്രമേ ഉള്ളൂ. ആഭരണത്തിന്റെ അഴകും അതിന്റെ ചന്തവും കഴുത്തിലും കാതിലും കൈകളിലും അണിയുമ്പോഴാണല്ലോ. ഇപ്രകാരം കിതാബിലെ ഇൽമുകളുടെ സജീവത എന്ന് പറയുന്നത് അത് നിഴലിക്കുന്ന പ്രയോഗ ജന്മങ്ങളാണ്. അത് കിതാബുകളിൽ അടക്കം ചെയ്തു വെച്ചത് കൊണ്ട് പുണ്യങ്ങളില്ല. ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണല്ലോ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ ഖുർആനിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വിധിവിലക്കുകൾ, ഭാര്യയോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, എങ്ങനെ കച്ചവടം നടത്തണം, എങ്ങനെ ഇടപാടുകൾ നടത്തണം, എങ്ങനെ അയൽപക്കക്കാരോട് പെരുമാറണം, എങ്ങനെ രാജ്യം ഭരിക്കണം, ഇങ്ങനെ ചെറുതും വലുതുമായ സർവ്വകാര്യങ്ങളിലും അടക്കം ചെയ്യപ്പെട്ട ഈ പരിശുദ്ധ ഖുർആൻ, ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥം എന്ന് പറയുന്നത് അത് എത്ര പരിശുദ്ധമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ ജീവിതത്തിലൂടെ പുലർത്തപ്പെടുമ്പോഴാണ് അതിന്റെ സമ്പൂർണത കൈവരിക്കുക. അങ്ങനെ ഒരു സാത്വികനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം നമുക്കറിയാൻ കഴിഞ്ഞത് 50ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നാണ്. 50ഓളം ഗ്രന്ഥങ്ങൾ ഇന്ന് വായിക്കാൻ പോലും നമുക്കാവുന്നില്ല, അലസതയും മടിയും മുഖേന. 50ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. അക്കൂട്ടത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, കഥകളും കവിതകളുമുണ്ട്, കർമ്മശാസ്ത്ര നിയമഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 1000-ലേറെ പ്രബന്ധങ്ങളും ബഹുമാനപ്പെട്ടവർ രചിച്ചു. പ്രിയപ്പെട്ടവർ, ഇവകളൊന്നും സാധാരണ ഗ്രന്ഥങ്ങളല്ല. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള റെഫറൻസ് ഗൈഡൻസുകളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പകുതിയിലേറെയും എന്നുള്ളത് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴത്തെയാണ് കുറിക്കുന്നത്. ലോക പ്രശസ്ത പ്രവാചക പ്രകീർത്തന കാവ്യമായ ഇമാം ബൂസുരി തങ്ങൾ രചിച്ച ഖസീദത്തുൽ ബുർദ ലോകത്തെമ്പാടുമുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതുപോലെ
ഖസീദത്തുൽ ബുർദയ്ക്കും മലയാളത്തിലും നിരവധി പരിഭാഷകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഖസീദത്തുൽ ബുർദയുടെ പരിഭാഷകൻ ആര് എന്ന് ചോദിച്ചാൽ മർഹൂം ഷൗക്കത്ത് അലി ഉസ്താദായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്രകാരം ഇസ്ലാമിക ദായക്രമം, അതിന്റെ അനന്തരാവകാശ നിയമം, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ഗവൺമെന്റ് പ്രത്യേക പാരിതോഷികം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉയർന്ന പ്രതിഭകൾക്കുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ ഇമാം റാസി അവാർഡ് അടക്കമുള്ള പല അവാർഡുകളും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിന് അർഹത നേടിയിട്ടുമുണ്ട്. കൊല്ലൂർവിള മഅ്ദിനുൽ ഉലൂമിൽ മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൊല്ലം SN കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും പിന്നീട് BSc ബിരുദവും അദ്ദേഹം നേടിയെടുത്തത് എന്നത് കൂടി നമ്മൾ ഓർക്കണം. ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഈ കാലഘട്ടത്തിലല്ല. അക്കാലഘട്ടത്തിൽ ദറസിൽ പോകുന്ന മുതഅല്ലിമീങ്ങൾ ദറസിന്റെ ചുവരുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു കാലമാണ്. അവർ ദറസിന്റെ കിതാബുകളിൽ മാത്രം മരിച്ചു വെറുക്കാൻ ഉസ്താദുമാർ പ്രേരിപ്പിക്കുന്ന ഒരു കാലമാണ്. ഈ അടുത്ത കാലത്താണ് ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിലബസ് തന്നെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം 89-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ കാലഘട്ടത്തിൽ തന്നെ മുതഅല്ലിമായിരിക്കുമ്പോൾ തന്നെ SN കോളേജിൽ അദ്ദേഹം ഇന്റർമീഡിയറ്റും പിന്നീട് BSc ബിരുദവും നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം BSc സെലക്ഷൻ മുഖേന ഗവൺമെന്റ് അധ്യാപകനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയങ്ങൾ സാധാരണ വിഷയമല്ല, ഇംഗ്ലീഷും ഗണിതശാസ്ത്രവുമായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിനേക്കാളെല്ലാം ശ്രദ്ധേയമായത് നീണ്ടകാലം അധ്യാപക വൃത്തിയിൽ അദ്ദേഹം തുടർന്നത് തല നിറഞ്ഞു നിൽക്കുന്ന ആ തലപ്പാവ് ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്നതാണ്. ഒടുവിൽ അദ്ദേഹം തന്റെ കർമ്മവീഥിയിൽ നിന്ന് പടിയിറങ്ങിയ വിവരമറിഞ്ഞ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വമ്പിച്ച ജനാവലി മൈലാപ്പൂർ വസതിയിൽ തടിച്ചുകൂടി. കൂട്ടത്തിൽ ഈ ഉള്ളവരും അവിടെ എത്തി. അപ്പോഴും ജീവിതകാലത്ത് അദ്ദേഹം സ്ഥിരമായി ധരിച്ചിരുന്ന പ്രൗഢമായ തലപ്പാവ് ആ തലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, പുരാതന ഗ്രീക്കിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ശ്മശാനത്തിൽ ഒരു ഫലകം നാട്ടും. അതിന്റെ ഒരു വശത്ത് 2 വശങ്ങളിലായി 2 അക്കങ്ങൾ രേഖപ്പെടുന്നു. ഒരു ഭാഗത്ത് പരേതന്റെ വയസ്സായിരിക്കും, മറുഭാഗത്ത് രേഖപ്പെടുത്തുന്നത് ഒരു പ്രതീകാത്മക സംഖ്യയായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ വയസ്സ് ഉദാഹരണത്തിന് 60 എന്ന് രേഖപ്പെടുത്തുമ്പോൾ ചില ആളുകളുടെ പ്രതീകാത്മക സംഖ്യ 60,000 ആയിരിക്കും. ചില ആളുകൾക്ക് 100 വയസ്സ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതീകാത്മക സംഖ്യ ചിലപ്പോൾ 0 ആയിരിക്കും. എന്താണ് അതിന്റെ ഉത്തരം എന്നറിയോ? 60 കൊല്ലം ജീവിച്ച മനുഷ്യൻ 60,000 കൊല്ലം ജീവിച്ചതിന് തത്തുല്യമായ പ്രയോജനം ഈ സമൂഹത്തിനുണ്ടായി, മനുഷ്യർക്ക് സംഭാവന ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ചില ആളുകൾ 100ഉം 110 വർഷവും ജീവിക്കും, പക്ഷേ അവർക്ക് അവരുടെ പ്രതീകാത്മക സംഖ്യ രേഖപ്പെടുത്തുന്നത് 0 ആയിരിക്കും. അത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം കൊടുക്കുന്ന ഒരു കയ്യൊപ്പാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മർഹൂം ഉസ്താദ് അവർക്ക് സമൂഹം കൊടുക്കുന്ന മാർക്ക് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹം എല്ലാ ജോലി തിരക്കുകളും കഴിഞ്ഞ് സ്വയം സമ്പാദിക്കാനുള്ളത് സമ്പാദിച്ച് സമുദായത്തിന് നൽകാനുള്ളത് നൽകി എന്നും അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ച മസ്ജിദുകളും അക്കാഡമികളും ഒക്കെ ബാക്കിയാക്കി മൈലാപ്പൂരിന്റെ മണ്ണിൽ വിശ്രമിക്കുകയാണ്. അള്ളാഹു ആ ഖബറിൽ ഒരു പുതിയാപ്പിളയുടെ വിശ്രമവും പുതിയാപ്പിളയുടെ സ്വീകരണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയായ സാത്വികനായ ആബിദായ ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോൾ നീ ഉറങ്ങിക്കൊള്ളൂ, ഇതുവരെ നീ തിരക്കിലായിരുന്നു, സമുദായത്തിന്റെ പിന്നാലെ നിന്റെ പരലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നീ ഓട്ടപ്പാച്ചിലായിരുന്നു. നിന്റെ നെറ്റിത്തടം വിയർത്തുകൊണ്ട് നീ മരിച്ച് ആളുകൾ കഫൻ പൊതിഞ്ഞ് നിന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ചു. ഇനി നിനക്ക് വിശ്രമിക്കാം. ഒരു പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളൂ. എത്ര തിരക്ക് വീടിന് പുറത്തുണ്ടെങ്കിലും
ഒരു പുതിയാപ്പിളയെ ആ തിരക്കിലേക്ക് ആരും വിളിക്കില്ല. അവൻ ഉറങ്ങട്ടെ, അവൻ വിശ്രമിക്കട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ നീ ഉറങ്ങിക്കൊള്ളൂ, നിന്നെ ആരും ശല്യപ്പെടുത്തില്ല എന്ന് ആ വ്യക്തിയോട് ഖബറിൽ നിന്ന് അശരീരി കേൾക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നിദ്രയിലേക്ക് വഴുതി വീഴാൻ അള്ളാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ദറജാത്തുകൾ പടച്ചവൻ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ച ജീവിതം എന്ന ഈ പുസ്തകം നമുക്കെല്ലാവർക്കും, ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ പ്രയോജനപ്രദമാണ്. അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, ആ ജീവിതത്തിന്റെ നന്മകൾ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.